അങ്ങനെ പോവാനായിരുന്നെങ്കിൽ ഞാൻ സന്ദീപിനോട് ഇത്രയും വഴക്കുണ്ടാക്കുമായിരുന്നു അമ്മേ. സച്ചേട്ടനെ അത്രയും ചീത്ത പറയുമെന്നും വയലന്റ് ആവുന്നൊന്നും സന്ദീപ് വിചാരിച്ചു കാണില്ല. ചീത്ത പറഞ്ഞത് കൂടിപ്പോയിന്നാണോ നിങ്ങൾ എല്ലാരും പറയുന്നത്? കുറച്ചു കൂടിപ്പോയി. അത്രയും വേണ്ടായിരുന്നു സച്ചേട്ട. വാശി കാണിക്കാൻ തുടങ്ങിയ പിന്നെ തിരിഞ്ഞു നോക്കില്ല അവൻ. അതാ അവന്റെ സ്വഭാവം. മറ്റാര് ചീത്ത പറഞ്ഞാലും തല്ലിയാലും ഒന്നും സന്ദീപിന് അതൊരു പ്രശ്നമല്ല. പക്ഷേ സച്ചേട്ടൻ ചീത്ത പറയുന്നതും തല്ലുന്നതും ഒക്കെ വലിയ വിഷമോ. അച്ഛന്റെ സ്ഥാനത്താ സച്ചേട്ടനെ സന്ദീപ് കാണുന്നേ. നീ ഇപ്പൊ എന്താ പറയുന്നേ? ഞാനാണ് തെറ്റുകാരനെന്ന? ഒരു കാര്യം ചെയ്യുന്ന, ഞാൻ പോയി സോറി പറഞ്ഞാ അവൻ തിരിച്ചു വരുമെങ്കില് ഞാൻ അതിനും തയ്യാറാ. നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യുന്നതില് എനിക്ക് ഒരു നാണക്കേടുമില്ല. അതിന്റെ ആവശ്യമൊന്നുമില്ല. തെറ്റ് ചെയ്തത് അവനാ, അല്ലാതെ നീയല്ല. അമ്മയ്ക്ക് അങ്ങനെ തോന്നിയിട്ട് എന്താ കാര്യം? സച്ചേട്ടാ, എനിക്ക് സന്ദീപിനെ വേണം. ഒരു കാര്യം ചെയ്യാം, എനിക്കോ കുടുംബം ഇല്ലാണ്ടായിപ്പോയി. ഞാൻ കാരണം നിങ്ങളുടെ കുടുംബം ഇല്ലാതായി പോകരുത്. വേണ്ട മോനെ, നീ പോയി മാപ്പ് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ആരും തിരിച്ചു വരണ്ട. അവനങ്ങ് മരിച്ചു പോരുന്നെങ്കിൽ നീ സഹിച്ചല്ലേ പറ്റൂ. അല്ല പിന്നെ അങ്ങനല്ലമ്മേ, ആരുടെയും പിടിവാശി കാരണം ഇവരുടെ ജീവിതം തകർന്നു പോകരുത്. ഞാൻ തോറ്റു കൊടുക്കാം. സച്ചേട്ടാ, വാശി കൊണ്ട് ജയിക്കുന്ന മാത്രമല്ല, സഹോദരങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നതും ത്യജിക്കുന്നതും സ്നേഹം തന്നെയാ. ഇത് എന്റെ തോൽവിയായിട്ട് അമ്മ കാണണ്ട. അവന്തികയുടെ ചതിന്ന് അവനെ രക്ഷപ്പെടുത്തേണ്ടത് എന്റെ കടമയാ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. വേണമെങ്കില് എന്റെ അനിയന്റെ കാല് വരെ ഞാൻ പിടിക്കാം.